പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ചിട്ടാണ്. എന്തിൻ്റെ ഇലാസ്റ്റിസിറ്റി? വിലയുടെ ഇലാസ്തികത, പ്രൈസ് ഇലാസ്റ്റിറ്റിയെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്താണ് പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് വെച്ചാൽ? അതായത് വില ഇലാസ്തികത എന്ന് വെച്ചാൽ, വിലാസ്തികത എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായി കൊണ്ടുവന്നത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ് അല്ലേ? ആൽഫ്രഡ് മാർഷലാണ് ആദ്യമായിട്ട് എക്കണോമിക്സിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ പദം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇലാസ്തികത നമ്മൾ ഉൾപ്പെടുത്തുന്നത്? എക്കണോമിക്സിൽ ഈ ഇലാസ്തികത എന്ന് പറഞ്ഞ ഒരു ഭാഗം എന്തുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നത്? കാരണം നമ്മൾ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരു വസ്തുവിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെ അതിന്റെ ഡിമാൻഡിനെ ബാധിക്കുന്നു, എത്ര കണ്ട് ബാധിക്കുന്നു എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ വേണ്ടി, ഹൗ മച്ച്, എത്ര കണ്ട് ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ടേം നമ്മൾ എക്കണോമിക്സിൽ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഇലാസ്തികത അടക്കാൻ ഉപയോഗിക്കുന്ന 3 മാർഗങ്ങളുണ്ട് എക്കണോമിക്സിൽ എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് പെർസെൻറ്റേജ് മെത്തേഡ് എന്നും വിളിക്കാറുണ്ട്. ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രപ്പോർഷനേറ്റ് മെത്തേഡ്. ഒരു മെത്തേഡിന്റെ പെർസെൻറ്റേജ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് പ്രപ്പോർഷനേറ്റ് മെത്തേഡ്. പെർസെൻറ്റേജ് മെത്തേഡിന്റെ മറ്റൊരു പേരാണ് പ്രപ്പോർഷനേറ്റ് മെത്തേഡ്. അങ്ങനെ പറയാൻ എന്താണ് പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് വെച്ചാൽ ശതമാന രീതി അല്ലെങ്കിൽ പ്രപ്പോർഷനേറ്റ് എന്ന് വെച്ചാൽ അനുപാത രീതി. ഈ രീതിയിലൂടെയും നമുക്ക് എത്രയാണ് ഒരു വസ്തുവിന്റെ വിലയിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡിൽ എത്രയാണ് മാറ്റം ഉണ്ടാകുന്നത് നമുക്ക് ഈ 2 മാർഗങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റും. ഈ 2 മാർഗങ്ങളിൽ ഒരു മാർഗത്തിന്റെ മറ്റൊരു പേരാണ് അനുപാത രീതി എന്നും പെർസെൻറ്റേജ് മെത്തേഡിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ വേണ്ടി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. പി എന്ന് വെച്ചാൽ നമുക്കറിയാം, പി എന്ന് വെച്ചാൽ വില, പി സമം പ്രൈസ്, വില. അതുപോലെ ക്യൂ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി, ക്യൂ ഈസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി. പി എന്ന് വെച്ചാൽ പ്രൈസും ക്യൂ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ, ഡെൽറ്റ എന്ന വാക്കിന്റെ അർത്ഥം ചേഞ്ച് എന്നാണ് അർത്ഥം. ഡെൽറ്റ എന്ന വാക്കിന്റെ അർത്ഥം ചേഞ്ച് എന്നാണ് അർത്ഥം, മാറ്റം എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ പി സമം പി മൈനസ് P1, പി അല്ലെങ്കിൽ P1 മൈനസ് പി എന്ന് വിളിക്കാം. ഏത് 2 രീതിയിൽ വിളിക്കാം? P1 മൈനസ് പി. പി എന്ന് വെച്ചാൽ ആദ്യത്തെ വില, പി എന്ന് വെച്ചാൽ പ്രൈസ്, ആദ്യത്തെ വില. അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം പി സമം ഇനീഷ്യൽ പ്രൈസ്, ആദ്യത്തെ വില, ഇനീഷ്യൽ പ്രൈസ്. P1 സമം ചേഞ്ച്ഡ് പ്രൈസ്. ഇനി ഡെൽറ്റ ക്യൂവും കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഡെൽറ്റ ക്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കാം. ഡെൽറ്റ ക്യൂ സമം Q1 മൈനസ് ക്യൂ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്? Q1 സമം Q സമം ഇനീഷ്യൽ ക്വാണ്ടിറ്റി Q1 സമം ചേഞ്ച്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ നമ്മൾ ഇനി ഒന്നും കൂടി പറയാൻ പോവാണ്. അതായത് നമ്മളുടെ ഇക്വേഷൻ ആണ് പെർസെൻറ്റേജ് മെത്തേഡിലൂടെ, ശതമാന രീതിയിലൂടെ ഒരു വസ്തുവിൽ ഇലാസ്തികത കാണുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് PED. സോ ടു ഫൈൻഡ് ഇലാസ്റ്റിസിറ്റി ത്രൂ പെർസെൻറ്റേജ് മെത്തേഡ് വി യൂസ് ദ ഫോർമുല PED is equal to delta Q divided by delta P into P by Q. Here delta Q സമം Q1 മൈനസ് Q, delta P സമം P1 മൈനസ് P. P എന്ന് വെച്ചാൽ വില, Q എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. ഒരു വസ്തുവിന്റെ വില 2 രൂപയായിരുന്നപ്പോൾ, 2 രൂപ റുപ്പീസ് 2 ആയിരുന്ന സമയത്ത് 5 കിലോ ഒരു വ്യക്തി വാങ്ങുന്നു. എന്നോട് പറയാം, ഒരു വസ്തുവിന്റെ when the price of a product is ₹2, a person buys 5 kilogram of that. ഒരു വസ്തുവിന്റെ വില 2 രൂപയായിരുന്നപ്പോൾ ഒരു വ്യക്തി 5 കിലോ വാങ്ങുന്നു. പിന്നീട് ആ വസ്തുവിന്റെ വില എന്ത് ചെയ്യുന്നു? വില 2ൽ നിന്നും 6 മാറുന്നു. പിന്നീട് വസ്തുവിന്റെ വില മാറി
വില മാറി എത്രയായി മാറുന്നു? 6 ആയി മാറുന്നു. 6 ആയി മാറുന്ന സമയത്ത് എത്രയാണ് അദ്ദേഹം വാങ്ങുന്നത്? 6 വില കൂടുമ്പോൾ 6 ആയി മാറുമ്പോൾ അയാൾ 3 കിലോയെ വാങ്ങുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കണക്കാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകൂടി പറയാം. when the price of a product is ₹2, ഒരു വസ്തുവിന്റെ വില 2 രൂപയായിരുന്നപ്പോൾ a person buys 5 kilogram of that. ഒരു വസ്തുവിന് അദ്ദേഹം 5 കിലോ സാധനം വാങ്ങുന്നു. അതേസമയം ആ വസ്തുവിന്റെ വില മാറി 2 നിന്നും 6 ആയി മാറിയപ്പോൾ when its price increased to ₹6 6 ആയി മാറിയപ്പോൾ he buys only 3 kilogram of that. അപ്പോൾ അതായത് വില കൂടുമ്പോൾ ഒരാള് സാധനം കുറച്ചേ വാങ്ങുന്നുള്ളൂ, വില കുറയുമ്പോൾ ഒരാള് സാധനം കൂടുതൽ വാങ്ങുന്നു എന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ശതമാന രീതിയിലൂടെ വില ഇലാസ്തികത കാണാൻ വേണ്ടി കാണുന്നതെന്ന് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഇക്വേഷൻ എഴുതുന്നു. ഡെൽറ്റ ക്യൂ ബൈ, ഇത് ഭയങ്കര ബൈഹാർട്ട് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി. ഇത് നമുക്ക് പി എന്ന് വെച്ചാൽ ആദ്യത്തെ വില, ഒരു വസ്തുവിന്റെ വില, ആദ്യ വില, ഒരു വസ്തുവിന്റെ വില എന്ന് വെച്ചാൽ ആദ്യത്തെ വില, ഏറ്റവും ആദ്യത്തെ വിലയാണ് 2. അതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? പി എന്ന് കൊടുക്കുന്നു. ആദ്യത്തെ വില, വസ്തുവിന്റെ വില, ആദ്യത്തെ വില സമം പി സമം 2. ആദ്യത്തെ ക്വാണ്ടിറ്റി എത്രയാണ്? 2 പി ആയിരുന്നപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങിയത്? 5 കിലോ. അപ്പോൾ ക്വാണ്ടിറ്റി സമം 5. മനസ്സിലായോ? ഒരു വസ്തുവിന്റെ ആദ്യത്തെ വില ആണ് പി, ആദ്യത്തെ വിലയാണ് പി. ആ ആദ്യത്തെ വിലയിൽ അദ്ദേഹം എത്ര വസ്തുക്കൾ വാങ്ങുന്നു? എത്ര കിലോ വാങ്ങുന്നു? 5 കിലോ. അപ്പോൾ പിയും കിട്ടി, ക്യൂ കിട്ടി. ഇനി മാറിയ വില എത്രയാണ്? മാറിയ വില എന്ന് വെച്ചാൽ പി ആദ്യത്തെ വില, മാറാത്ത വില, അതായത് ഒറിജിനൽ പ്രൈസ്, ഇനീഷ്യൽ പ്രൈസ് പിയും മാറിയ വിലയ്ക്ക് നമ്മൾ പറയുന്നവരാണ് P1. P1 എത്രയാണ്? അത് P1 6, Q1 അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? Q1 സമം 3 അല്ലേ? മനസ്സിലായോ? സംഭവങ്ങൾ മനസ്സിലായോ? ആദ്യത്തെ ഒരു വസ്തുവിന്റെ ആദ്യത്തെ വില 2, ക്വാണ്ടിറ്റി 5, P ആദ്യത്തെ വില, Q ആദ്യത്തെ ക്വാണ്ടിറ്റി, മാറിയ വില 6, മാറിയ ക്വാണ്ടിറ്റി 3. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? ഇത് നമ്മൾ എന്ത് ചെയ്യാണ്? ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂവും കാണുക. ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂ, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു എന്താ ഞാൻ പറഞ്ഞ ഇക്വേഷൻ? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P1, ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു P1 മൈനസ് P. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? P1 എത്രയാണ്? P1 സമം 6 മൈനസ് 2. 6 മൈനസ് 2 എത്രയാണ്? 6 മൈനസ് 2 4 അല്ലേ? 4 അല്ലേ? 6 നിന്ന് 2 കുറച്ചാൽ നമുക്ക് 4 കിട്ടും. ഇനി എന്താണ് ഇനി അടുത്ത് നമ്മൾ എന്താ കാണുക? ഡെൽറ്റ ക്യൂ കാണാം. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q. അങ്ങനെയാണെങ്കിൽ എത്രയാ? Q1 ഏതാ? Q1 3. Q1 ഈസ് ഈക്വൽ ടു 3 മൈനസ് Q സമം 5. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് P1, ഇത് Q, ഇത് Q1. എന്ത് ചെയ്യുന്നു? 3 നിന്നും മൈനസ് 5, 3 മൈനസ് 5 എന്ന് വെച്ചാൽ 3 നിന്നും വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ അതിന് 2 എന്ന് കൊടുത്ത് അതിന് മൈനസ് ചിഹ്നം കൊടുക്കുന്നു. അപ്പൊ -2 ഉത്തരം. ഇനി നമുക്ക് ആവശ്യം വേണ്ട ഈ ഇക്വേഷൻ ആവശ്യം വേണ്ട ഘടകങ്ങളെല്ലാം കിട്ടി. നമുക്ക് ഇനി നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒന്നുകൂടി നമ്മൾ ഈ ഇക്വേഷനോടെ എഴുതുന്നു. എന്താണ്? PED ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ എത്രയാണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു -2 ഡിവൈഡ് ബൈ ഡെൽറ്റ പി 4 ഇൻറ്റു പി എത്രയാണ്? പി സമം 2, ക്യൂ സമം 5, 2/5. സംഭവങ്ങൾ മനസ്സിലായല്ലോ അല്ലേ? സംഭവങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങളെ ചോദിക്കണം. പിന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. നേരെ ചെയ്താൽ 2 × 2 എത്രയാണ്? -4 2 × 2 -4 ഡിവൈഡ് ബൈ -2 × +2 എത്രയാണ്? -2 × +2 -2 × +2 ഈസ് ഈക്വൽ ടു -4 ഡിവൈഡ് ബൈ 4 × 5. 4 × 5 എത്രയാണ്? 20 അല്ലേ? 4 × 5 20 ഈസ് ഈക്വൽ ടു 20. 4 ഡിവിസിബിൾ ആണ്, പോകുന്നതാണ്, നമുക്ക് അറിയാം. -1 ഡിവൈഡ് ബൈ എത്രയാണ്? 5 അല്ലേ? 5. അത് സിംപ്ലിഫൈ ചെയ്യാം. എത്ര കിട്ടും നമുക്ക്? അത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക എന്ന് പറഞ്ഞേ? 0.2. വേണമെങ്കിൽ ഇതിന് മുമ്പിലായിട്ട് ഒരു മൈനസ് ഇവിടെ വരുന്നുണ്ട്, മൈനസ് ഇടാം. ഈസ് ഈക്വൽ ടു 0.2. 1/5 സമം 0.2. മൈനസ് ചിഹ്നം ഇടാം. മൈനസ് ചിഹ്നം എന്താ നമ്മളോട് പറയുന്നത്? അത് മൈനസ് ആണ്. അതായത് എപ്പോഴും നെഗറ്റീവ് റിലേഷൻ ആണ്. പ്രൈസും വിലയും ഡിമാൻഡും തമ്മിൽ എപ്പോഴും
നെഗറ്റീവ്, വിലയും ഡിമാൻഡ് എപ്പോഴും നെഗറ്റീവ് റിലേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ മൈനസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയുള്ള കണക്ക് ഷുവറായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിക്കണം. എന്തായാലും 3 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഞാൻ കുറച്ചുകൂടി ചോദ്യങ്ങൾ തരാം, നിങ്ങൾ ചെയ്ത് എല്ലാം പഠിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. കണക്കുകൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.